ഇരിപ്പുണ്ടായിരുന്നു. എന്നാടാ ആരാടാ ഫോണില്? അതാരുമില്ല. ഞാനൊരു കാര്യം ഇങ്ങനെ ആലോചിക്കായിരുന്നു. നമ്മുടെ ഈ വീടൊക്കെ ഒന്ന് പൊളിച്ചിട്ട് പുതിയതായിട്ട് ഒരെണ്ണം പണിതാലോന്ന്. ഇവിടെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ, വീട് പൊളിച്ചു കെട്ടാഞ്ഞിട്ടാ. എന്റെ പൊന്നമ്മേ, നാളെ ഒരു കൂട്ടർ പെണ്ണി ചോദിച്ച് എന്നെ കാണാൻ വരുമ്പോ അവരെന്താ വിചാരിക്കും? ഈ കൂറ സെറ്റപ്പ് ഒക്കെ കണ്ടിട്ട് ഇവിടെ നല്ലൊരു ബെഡ്റൂം ഉണ്ടോ, ബാത്റൂം ഉണ്ടോ, എന്തിനു കാറ് പാർക്കിംഗ് നല്ലൊരു സ്ഥലമുണ്ടോ? ഓ കാറ്. നീ ആ ബാത്റൂമിന്റെ ഷീറ്റ് മാറ്റിയിട്ടേ അതിന്റെ പൈസ ഇതുവരെ കൊടുത്തില്ലല്ലോ. എന്നിട്ടാ കാർ പാർക്കിങ്. അത് കൊടുക്കണമല്ലോ, കൊടുക്കുമല്ലോ. വെറുതെ ഒരു കാര്യം പറഞ്ഞു മനുഷ്യനെ ചോറി പോലെ. സാറേ നമസ്കാരം. ഞങ്ങൾ എന്തിനാ വന്നതെന്ന് സാറിന് അറിയാലോ. ബഷീറേ, ഫയലുകൾ പരിശോധിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനിപ്പോൾ നിങ്ങൾ എത്ര യൂണിയൻകാർ വന്നാലും ഞാൻ പ്രേമന് മെമ്മോ കൊടുക്കും. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഞാൻ എന്ത് ചെയ്തെന്നാ? ഞാനിതൊക്കെ ഒന്ന് നോക്കട്ടെ. പ്രേമൻ ചെന്നൈക്ക് വെച്ച ഫയലുകളിൽ ഒരു ക്ലാരിറ്റി ഇനിയും വരാനുണ്ട്. എന്ത് ക്ലാരിറ്റി ഇല്ലെന്ന്? ദേ, പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കരുത്. ഒന്നാമത് ഞാനില്ലാത്ത സമയത്താണ് എന്റെ ക്യാബിനിൽ കയറി എന്റെ റെക്കോർഡ്സ് എടുത്തത്. എൻ്റെ കീഴുദ്യോഗസ്ഥരുടെ ക്യാബിനിൽ കയറാനും വേണമെങ്കിൽ ഒരു മിന്നൽ പരിശോധന നടത്താനും ഇവിടുത്തെ നിയമം എന്നെ അനുവദിക്കുന്നുണ്ട്. ഫയലുകൾ ആവശ്യമാണെങ്കിൽ ചോദിക്കണം. ഹേ, അല്ലാതെ ഞാനില്ലാത്തപ്പോ പതുങ്ങി വന്ന് എടുക്കുകയല്ല വേണ്ടത്. ചോദിച്ചാൽ നീ ഇങ്ങെടുത്ത് തരും. എന്നെ ബുദ്ധിമുട്ടിച്ച സാറും ബുദ്ധിമുട്ടും. അത് പിന്നെ സാറേ ഞങ്ങൾക്ക് പറയാനല്ലേ പറ്റുള്ളൂ, അവർ എഴുതണ്ടേ. അത് നിങ്ങൾ നോക്കേണ്ടതാണ് സാറേ. സർ, ആക്ച്വലി ഇവര് നമ്മുടെ രജിസ്റ്റർഡ് ആണെങ്കിൽ ഫോൺ നമ്പറും ഇല്ല, ടൈമും ഇല്ല. ദാ ഷൂ എന്ന് പറഞ്ഞൊരു ഒപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. അല്ല സാർ, 2-3 കേസുകൾ വിട്ടുപോയിട്ടുണ്ട്. നമ്മൾ മൂത്രമൊഴിക്കാനോ വല്ലതും പോയപ്പോൾ സംഭവിച്ചതായിരിക്കും സാർ. പക്ഷെ സാറിന്റെ ഗസ്റ്റ് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതൊക്കെ വിട്ടുകളാ. ശരി. അതെ, ഈ പോകുന്നവരുടെ വരുന്നവരുടെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വേണം കേട്ടാ. ഇനി ശ്രദ്ധിക്കാം സാർ. ശരി എന്നാ. കുട്ടിക്ക് ഇതിൽ ഏത് റൂമാ ഇഷ്ടം? ഇത് ചെറുതായി പോയില്ലല്ലോ. എടോ, ഓരോ ദിവസം കഴിയുന്തോറും വലിപ്പം കൂടുന്നുണ്ടോ വീടിന്? കൂടിയ മുറി ഏതാണെന്നറിയോ? മാഷ് ഇന്നലെ പറഞ്ഞ കാലാവസ്ഥ മുറി. അയ്യോ, അത് വേണം. എന്റെ വാന നിരീക്ഷണം അത് വേണം. നമ്മൾ ആ കൂടെ ഒരു വീടല്ലേ വെക്കുന്നുള്ളൂ ലൈഫില്, അല്ലേ? നോ കമന്റ്സ്. ആ, താങ്ക്സ്. ഇന്നിവിടെ ആ ഒരു ഗസ്റ്റ് വന്ന്. ഗസ്റ്റാ? ഇവിടെയാ ബെസ്റ്റ്. അല്ല, രജിസ്റ്ററില്. അയ്യോ, കളക്ടർ. ഹലോ രവി. ആ സർ. ആ ഫ്ലഡിന്റെ ഫയലില് നിങ്ങളുടെ റിപ്പോർട്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താന്ന് വെച്ചാൽ അത് വെച്ച് മാത്രമേ നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ പറ്റൂ. എന്നാലേ നമുക്കൊന്ന് തടി തപ്പാൻ കഴിയൂ. സാർ അതിലൊരു ടെൻഷൻ ആവണ്ട. ഫയലൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അത് എത്ര രാത്രിയാണെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് ഫോർവേഡ് ചെയ്തിട്ട് മാത്രമേ രവി ഉറങ്ങാൻ പാടുള്ളൂ. ഷുവർ ഷുവർ. അതൊക്കെ ശരി. ഹലോ ഹലോ, ഒരു മിനിറ്റ് ഇങ്ങോട്ടൊന്നാണ്. ഇവിടെ പേരും ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് അവിടെ. ആ, അല്ല, ഇവിടെ ഫ്ലാറ്റിൻ്റെ മൊത്തം വർക്കും ഏറ്റെടുത്ത് നിങ്ങളല്ലേ? അപ്പോൾ എന്നെ വിളിച്ചിട്ടാണ് ചീത്ത പറയണത്. ആ, അതന്നെ ഞാൻ പറയണത്. അപ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ നിങ്ങളല്ലേ ശരിയാക്കേണ്ടത്. രവി സാറേ, സാറിനൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അവർ രജിസ്റ്ററിൽ എഴുതിയ നമ്പർ കറക്റ്റ് അല്ല. എന്നുവെച്ചാ? അല്ല സാർ, അവർ എഴുതിയിരിക്കുന്നത് 9 അക്കമുള്ളൂ, 10 അക്കം ഇല്ല. അപ്പോൾ സാറിന് നമ്പർ പകരം എഴുതിക്കോട്ടെ. ഇതൊക്കെ അപ്പോൾ ശ്രദ്ധിക്കണ്ടേ? അല്ല സാറേ, ഞങ്ങൾ ഇപ്പോഴാണ് കാണുന്നത്.
അത് പിന്നെ ആ രജിസ്റ്റർ ബുക്ക് എടുത്തൊന്ന് കാണിച്ചു പറഞ്ഞോ? പറഞ്ഞു ഇതുകൊണ്ട് പറയുന്നല്ല സാറേ, എന്ത് ചെയ്താലും സെക്യൂരിറ്റിയാ കുറ്റം. ഞാൻ മുമ്പ് നിന്നൊരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു, സൺഷൈൻ. അവിടെ മൊത്തം ഉടായിപ്പായിരുന്നു. വരുന്നവർ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചങ്ങ് പോകും. നമുക്കറിയാതെ പിന്നെ ഇവിടത്തെ ഫ്ലാറ്റിലെ ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങിയാലുണ്ടല്ലോ. അയ്യോ, ഇതാ നോക്കി സാർ, ഇതിനു മുമ്പ് ഈ ഗസ്റ്റ് തന്നെ വന്നത്. അന്ന് തന്നെ നമ്പർ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഓ, ഒരു നമ്പർ കുറവാണ്. ചിലപ്പോൾ ഗസ്റ്റിന് എന്തെങ്കിലും തെറ്റ് പറ്റിയതായിരിക്കും. എന്റെ നമ്പർ എഴുതിക്കോ. ശരി സാർ. ശരി അവൻ ആളത്ര ക്ലിയർ അല്ലെന്നുള്ള വിവരം സാറിനടുത്ത് പറയാം. അതിപ്പോൾ നമ്മളായിട്ടൊന്നും പറയണ്ട. ആ എത്തിയോ? എന്തു പറ്റി? മുഖമൊക്കെ മികവൃതാണല്ലോ. മോളോട് താഴെ കളിക്കാൻ പോയി. അല്ല, ഇതെന്താ മുഖത്തിനൊരു വാട്ടം? ചായ. അതെ, 8 ടീയിലെ സുമ ഒരു കോഫി പൗഡർ തന്നു. 8 ഡിയാ? ആ, സുമ. അവളുടെ ഭർത്താവ് ആഫ്രിക്കയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നു. ഇന്ന് കോഫി എടുക്കട്ടെ, ഒരു ചേഞ്ചിന്. സുഹൃത്തെ, എനിക്ക് ചേഞ്ച് വേണ്ട, മനസ്സിലായോ? ഇതുവരെ എങ്ങനെയായിരുന്നോ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നാ മതി. ഇത് എന്തോ ഇത്? ചായക്ക് ചായ അല്ല പിന്നെ. 8 ടീ ചായ എടുക്കുവാന്നേ. ഞാനിവിടെ ഫ്ലാറ്റില്. മോള് താഴെ കളിക്കുന്നുണ്ടല്ലോ. ആ, ഓ, ഈവനിങ് അല്ലേ? ആ, ഓക്കെ, ആയിക്കോട്ടെ. ഇന്ന് വൈകിട്ടേ വനിതാ കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട് താഴെ. നിന്റെ കഴുത്തിലെന്തോ ഒരു പാട്? പാടോ? എന്തു പാട്? നഖമൊക്കെ കൊണ്ടുപോലത്തൊരു പാട്. അയ്യോ, അത് മാത്രമോ കണ്ടുള്ളോ? ദേ, ഇവിടെയും 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 ഒക്കെ പാടുണ്ട്. അതെ, അടുക്കളയിൽ ഒരു 5 ദിവസം പണിയെടുത്തു നോക്ക്, അപ്പം മനസ്സിലാവും. അടുക്കളയിൽ ജോലി ചെയ്താ കഴുത്തിനകത്ത് പാട് വരുമോ? ഷടാ, ഇതെന്തൊരു പാട്? ഇത് ഏത് പാടിൻ്റെ കാര്യം ഈ പറയുന്നേ? ഞാൻ നോക്കട്ടെ. നോക്ക, അവിടെ അതിന്റെ സൈഡില്. ആ, ഇത് ഇത് ആ അടുക്കളയിലെ തുണി ഇടുന്ന ആ ഫ്രെയിം കൊണ്ടുവന്നേ. ക്ലാരിറ്റി ഇല്ല.